പ്രിയമുള്ളവരെ, എല്ലാവരും വിഷു തിരക്കിലാണെന്നറിയാം. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. എന്നെ പോലെ വളരെ നേരത്തെ അച്ഛനമ്മമാരൊക്കെ മരിച്ചു പോയിട്ടുള്ളവർക്ക് ഈ വിഷു, ഓണം തുടങ്ങിയ ആഘോഷ അവസരങ്ങളിലൊക്കെ അച്ഛനമ്മമാരുടെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് ഓടിയെത്തും. അച്ഛനമ്മമാരുടെ മാത്രമല്ല, നമ്മൾ സ്വന്തം വീട്ടിലായിരിക്കുമ്പോൾ സഹോദരങ്ങൾ, ഞങ്ങളായിരുന്നെങ്കിൽ 6 മക്കളായിരുന്നു. അപ്പോൾ എല്ലാവരും ചേർന്നുള്ള, അച്ഛൻ, അമ്മ, ഞങ്ങൾ 6 മക്കളും ചേർന്നുള്ള ആ ഒരു ആഘോഷ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓടിയെത്തും. അച്ഛനമ്മമാരാണല്ലോ നമുക്കെല്ലാം ഒരുക്കി തരുന്നത് ഏതാഘോഷത്തിലും. ഇപ്പോഴും നമ്മൾ ആഘോഷങ്ങളൊക്കെ എല്ലാം നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു ചടങ്ങ് മാത്രമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാളെ വിഷു ആയിട്ട് എൻ്റെ അമ്മയുള്ള നാളിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവം, അമ്മയുടെ ഓർമ്മകളാണ് കൂടുതൽ ഈ വിശേഷാവസരങ്ങളിൽ മനസ്സിലുണ്ടാവുന്നത്. അപ്പം അമ്മ ഉണ്ടാക്കുന്ന ഒരു വിഭവം ഞാൻ ഇന്ന് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ആദ്യ വിഷുവാണിത്. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഓർമ്മകൾക്കുള്ള ഒരു ശ്രദ്ധാഞ്ജലിയായിട്ട് ഈ വിഭവം ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ വിഭവം ഒരു പായസം തന്നെയാണ്. ഇത് വിഷു നാളിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഇതിനെ വിഷുക്കഞ്ഞി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പ്രധാന ചേരുവകൾ എന്ന് പറഞ്ഞാൽ പച്ചരി, ചെറുപയർ, പിന്നെ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുകയാണ്, പിന്നെ തേങ്ങാപ്പാൽ, അണ്ടിപ്പരിപ്പ്. ഇത് ഒടുവിൽ വറുത്ത് ചേർക്കാനായിട്ടുള്ളതാണ്, നെയ്യിൽ വറുത്ത് ചേർക്കേണ്ടതാണ് അണ്ടിപ്പരിപ്പ്. ഇത്രയും സാധനങ്ങൾ മതി ഈ വിഷുക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് ഈ ചെറുപയറൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇതായിപ്പോൾ നമ്മുടെ പയറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ശർക്കരപ്പാനി വെച്ചിട്ടുണ്ടല്ലോ, അതൊരു ശകലം ഒഴിച്ചു കൊടുക്കണം, വളരെ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം. കാരണം എന്താണെന്നോ, ഈ പയറിലോട്ട് നല്ലതുപോലെ മധുരം പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ശർക്കര ഒഴിച്ചിട്ട് അടച്ചു വെക്കുന്നത്, കുറച്ച് മാത്രം. അരി വേവാനായിട്ട് അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. 3-ാം പാലിനകത്ത് ആണ് അരി കഴുകിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ അരി വെന്ത് വരട്ടെ. വെന്ത് വരുന്നതനുസരിച്ച് ഇതിൻ്റെ വെള്ളം വറ്റും. അന്നേരം നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരി വേകുന്ന അനുസരിച്ച് അതിലെ വെള്ളം വറ്റി. അപ്പോൾ 3-ാം പാലിലാണ് നമ്മൾ വെച്ചത്. ഇനിതാ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 1 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇപ്പോൾ. ഇനി അരി വേവട്ടെ. അപ്പോൾ അരിത നന്നായിട്ട് വെന്ത് കേട്ടോ. 2-ാം പാലിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒഴിക്കുന്നത് 1-ാം പാലാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലും കൂടെ ഒന്ന് കിടന്ന അരി ഒന്ന് നന്നായിട്ട് കുറുകി വരട്ടെ. കുറുകി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പയറ് ചേർക്കാം. അതോടൊപ്പം തന്നെ ശർക്കര പാനിയും കൂടി ചേർക്കാം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അരി നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച പയർ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതോടൊപ്പം തന്നെ ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷുക്കഞ്ഞി തയ്യാറായി കഴിഞ്ഞു കേട്ടോ. ഇനി അതിൻ്റെ രുചി വരാനുള്ള കാര്യമാണ് ഇപ്പോൾ ചേർക്കുന്നത്. നമ്മൾ തലപ്പാൽ മാറ്റി വെച്ചിരുന്നില്ലേ, ഏലക്കാപ്പൊടിയും ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ലെന്നാണ്. അപ്പോൾ അതായത് നമ്മൾ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്ത് ചേർത്തിരിക്കുകയാണ്. അതാ നമ്മുടെ വിഷുക്കഞ്ഞി തയ്യാറായി.